ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പാണ് ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ ചൂസ് ചെയ്തതിൻ്റെ കാരണം ഈ വീഡിയോയുടെ തമ്പനയിലാണ്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്നൊരു കമൻറ്റാണ്, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ നഴ്സിംഗ് ഇനി പഠിക്കുന്നത് വർത്താണോ, അല്ലെങ്കിൽ നഴ്സിംഗ് UK വന്ന് പഠിക്കുന്നത് വർത്താണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ അതിൽ നിന്ന് റിപ്ലൈ തരാത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ റിസർച്ച് ചെയ്തു. പിന്നെ ഇപ്പോൾ ബാങ്ക് 7ലും ബാങ്ക് 6ലും ഒക്കെ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചു. പിന്നെ അത്യാവശ്യം ഇവിടെ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനോട് സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തത്. അപ്പോൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബിയുടെ ഫ്രണ്ടിലാണ്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും അടുത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബി ആയിരുന്നു. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അതാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഞാൻ അവിടെ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അവർക്ക് അത്യാവശ്യം NHS ഓഫ് നോട്ടിംഗ്ഹാമുമായിട്ടും NHS ഓഫ് ഡെർബി ആയിട്ടൊക്കെ ടൈപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പ്രാക്ടിക്കൽ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് കിട്ടും. ഈ ഫ്യൂച്ചറിൽ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴും നിങ്ങൾക്കൊരു സപ്പോർട്ടൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും എന്നാണ് ഞാൻ അറിഞ്ഞത്, മീൻസ് സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ച സമയത്ത്. അപ്പോൾ ജസ്റ്റ് ഞാൻ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാം. +2 ഡിഗ്രിയോ ഒക്കെ കഴിയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ മിക്ക യൂണിവേഴ്സിറ്റീസും ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമോ അറിയില്ല. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബിയുടെ പോസ്റ്റാണ്. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുള്ള പരിപാടികൾ നോക്കി തുടങ്ങിക്കോളാം. എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ UK നമുക്ക് +2 കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു 3 ഇയർ നഴ്സിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. 3 ഇയർ 4 ഇയർ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഡിപ്പെൻസ്, ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും അവരുടെ കോഴ്സ് സ്ട്രക്ചർ അനുസരിച്ചും അതിനകത്ത് ചെറിയ ചേഞ്ചുകൾ വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രോഗ്രാമും കൂടെ അവൈലബിൾ ആണ്. അത് ഗ്രാജുവേറ്റ് എൻട്രി ആക്സിലറേറ്റഡ് നഴ്സിംഗ് പ്രോഗ്രാം എന്ന് പറയും. അതാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു 2 ഇയർ നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ വരാന്ന് പറയുന്നത് ഏകദേശം ഒരു 15 to 30 ആ റേഞ്ചിലാണ് വരിക. 15,000 to 30,000 പൗണ്ട്സിന്റെ ഇടയിലാണ് വരിക. ഡിപ്പെൻസ്, യൂണിവേഴ്സിറ്റി അനുസരിച്ച് അത് ചേഞ്ച് ആവും. പിന്നെ അറൌണ്ട് ഒരു 7 പോയിന്റ് IELTS സ്കോർ വേണം. ഓവറോൾ 7 വേണം. 7 or above ആണ് മിക്ക യൂണിവേഴ്സിറ്റികളും ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്സ് വരിക. അത് അധികം കോളേജുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ, നോട്ടിംഗ്ഹാം, ബർമിംഗ്ഹാം ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സൈറ്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഈ ഒരു 2 ഇയർ നഴ്സിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് കിട്ടും. അപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നഴ്സിംഗിലേക്ക് കരിയർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോഗ്രാം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത്, ഇപ്പൊ നഴ്സിംഗ് ഇവിടെ ഒന്ന് പഠിക്കണമെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നൊക്കെ ഉള്ളത്. അത് ശരിക്കും നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി നമ്മുടെ ഭാഗത്ത് നമ്മളൊരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് അവർ തരുന്ന സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം. അതുപോലെ ഓരോ ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഏത് ട്രസ്റ്റുമായിട്ടാണ് ടൈപ്പ് ഉള്ളത്, അവർ ഏത് ട്രസ്റ്റുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ നല്ലൊരു ഇപ്പം 1-2 ട്രസ്റ്റുകളുമായിട്ടൊക്കെ കൊളാബറേഷൻ ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസോടെ അവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റും. അത് ഫ്യൂച്ചറിൽ നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞാൻ കണ്ട കുറച്ച് സ്കോളർഷിപ്പുകളെ കുറിച്ചും കുറച്ച് യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഞാനിത് ഈ യൂണിവേഴ്സിറ്റികളാണ് ബെസ്റ്റ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത ടൈമിൽ ഞാൻ കണ്ട കുറച്ച് യൂണിവേഴ്സിറ്റികളും അവരുടെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കണം ഇതിലേതാണ് ബെസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ UK വന്ന് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അവിടുത്തെ പ്രത്യേകിച്ചും അഡൽട്ട് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സുകളെ നിങ്ങൾ കൂടുതലായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടുത്തെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ നോക്കിക്കഴിയുമ്പോൾ അവർ എഡിൻബറ ഗ്ലോബൽ ഹെൽത്ത് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റർ സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ
ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന്. അടുത്തൊരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന്, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ. അവിടെയും നമുക്ക് അത്യാവശ്യം മെന്റൽ ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത്, അതുപോലെ തന്നെ അഡൽട്ട് നഴ്സിംഗ് ഒക്കെ ഉള്ള കോഴ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ സ്കോളർഷിപ്പുകൾ ഏകദേശം ഒരു 5,000 പൗണ്ട് വരെ കവർ ചെയ്യുന്ന സ്കോളർഷിപ്പുകൾ നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് പ്രോപ്പറായിട്ട് NSSകളുമായിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചേക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അടുത്തൊരു യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്കോ. കുഴപ്പമില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്, ടോപ്പ് 5 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. എസ്പെഷ്യലി നഴ്സിംഗ് സ്റ്റഡീസിൽ നോക്കിക്കഴിയുമ്പോൾ ടോപ്പ് 5 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് ഏകദേശം 10,000 പൗണ്ട് വരെ കവർ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. BSc കോഴ്സുകൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് MSc കോഴ്സുകളും യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്കോയിൽ നോക്കാവുന്നതാണ്. അവർ MSc പ്രോഗ്രാംസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ. അതും ഒരു ടോപ്പ് 10 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. വേറെയും യൂണിവേഴ്സിറ്റികളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ സെർച്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ നോട്ടിംഗ്ഹാം, ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം നമ്മളോട് കുറച്ച് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചവരോട് നമ്മൾ 2-3 യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒന്ന് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം നോക്കുക. യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ നമ്മൾ സ്കോളർഷിപ്പുകളെ കുറിച്ച് നോക്കിക്കഴിയുമ്പോൾ കോമൺവെൽത്ത് സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പുകളുണ്ട്. ഇതിനെല്ലാം പുറമെ NHS പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകളാണ്. NHS അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസിന്റെ അണ്ടറിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം നിങ്ങൾ UK വന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട്, അതായത് ഫുള്ളി ഫണ്ടഡ് ഒരു സ്കോളർഷിപ്പോട് കൂടിയാണ് നിങ്ങൾ UK വന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് സ്വാൻസി ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്വാൻസിയുടെ സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അഡൽട്ട് നഴ്സിംഗ് പ്രോഗ്രാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടുത്തെ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും NHS അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമുകളെ കുറിച്ച് കാണാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട്, മീൻസ് 10 പൈസ ചെലവില്ലാണ്ട് നിങ്ങൾക്ക് UK വന്നൊരു നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഇതിനകത്ത് ചെറിയൊരു ബോണ്ട് വരുന്നുണ്ട്, ഒരു 2 ഇയർ. അപ്പം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ 2 ഇയർ യൂണിവേഴ്സിറ്റി ആ ട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ബോണ്ടാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യമായിട്ടുള്ളൂ. പിന്നെ ഇതിന് ഉറപ്പായിട്ടും ഒരു ഇന്റർവ്യൂ ഉണ്ടാവും സെലക്ഷൻ ടൈമിൽ. എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നഴ്സിംഗിനോടുള്ള നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതിനോടുള്ള പാഷൻ എത്രത്തോളം ഉണ്ട്, അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ജഡ്ജ് ചെയ്യപ്പെടുക അവിടെ. അതുപോലെ തന്നെ മിക്ക യൂണിവേഴ്സിറ്റികളും അവരുടെ അഡ്മിഷൻ ടൈമിൽ ഒരു ഇന്റർവ്യൂ നടത്താറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഇന്റർവ്യൂവിനെ കുറിച്ചൊന്നും ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ആവുകയോ പേടിക്കുകയൊന്നും വേണ്ട. മോസ്റ്റ് ഓഫ് ടൈം അവർ അനലൈസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനോട് എത്രത്തോളം പാഷനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോട് എത്രത്തോളം പാഷനുണ്ട് എന്നുള്ളതായിരിക്കും. അപ്പം നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിന് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ UK ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാട്ടിലെ പോലെ ഒരു ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഇവിടെ ഉള്ളത്. നമുക്ക് പല സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഡൽട്ട് നഴ്സിംഗ്, പീഡിയാട്രിക്, സൈക്യാട്രി, അങ്ങനെ പല ഏരിയകളിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിലവിൽ ഉള്ള ജോബ് മാർക്കറ്റും അതുപോലെ തന്നെ ആ ഒരു ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങളൊരു നഴ്സിംഗ് കോഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നിങ്ങളിപ്പോൾ ഒരു മിഡ് വൈഫറിയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രി അങ്ങനെ രീതിയിലൊരു നഴ്സിംഗ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കോഴ്സുകളെ കുറിച്ചും യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. പിന്നെ അതുപോലെ ഇപ്പൊ നാട്ടിലാണെങ്കിലും നഴ്സിംഗ് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്ത് വന്ന് നഴ്സിംഗ് പഠിക്കാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി എപ്പോഴും നടത്തണം. കാരണം ശരിയാണ്, നമുക്കിപ്പോൾ മനുഷ്യരുള്ളിടത്തോളം കാലം രോഗങ്ങളുണ്ടാവും. നമുക്ക് ഒരിക്കലും വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. നമുക്ക് ഒരു ജോലി ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് നഴ്സിംഗ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റും കൂടെ നിങ്ങൾ എപ്പോഴും ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനൊപ്പമാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ എല്ലാവരും തന്നെ നഴ്സിംഗ് എടുക്കുന്നത് കാണാം. ഇപ്പോൾ
പണ്ടൊക്കെ സയൻസ് പഠിച്ചവർ മാത്രമാണ് നഴ്സിംഗിലേക്ക്, അല്ലെങ്കിൽ സയൻസ് പഠിച്ചവരാണ് കൂടുതലും നഴ്സിംഗിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനായിട്ട് മാറിയിട്ടുണ്ട് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രത്തോളം ഒരു കോമ്പറ്റീഷനും ഈ ഒരു ഫീൽഡിലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആ ഒരു ജോലിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നിങ്ങൾ ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാതെ നമുക്കൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് മാത്രം നഴ്സിംഗിനെ കാണുമ്പോൾ അതിൻ്റെതായ ചലഞ്ചുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ UK തന്നെ കാര്യം പറയുവാണെങ്കിൽ, നമുക്കിവിടെ HCA ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഇപ്പൊ NSSലൊക്കെ ബാൻ 2 HCA ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അവർക്ക് ട്രസ്റ്റ് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനും നമ്മുടെ കരിയർ ഒന്ന് മെച്ചപ്പെടുത്താനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് നാട്ടിലെ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും നമുക്ക് അതുപോലെ ഓപ്പർച്യൂണിറ്റികളുടെ കുറവുമുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രത്തോളം കോമ്പറ്റീഷൻ ഈ ഒരു സാഹചര്യത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ട്രസ്റ്റിന്റെ ഉള്ളിലൊക്കെ തന്നെ നിൽക്കുന്നവർക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടും. അവരെ ട്രസ്റ്റ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് പഠിക്കുന്നവരൊക്കെ നഴ്സിംഗ് ഒത്തിരി എടുത്ത് പഠിക്കുന്നവരുണ്ട്. നമ്മൾ ഇവിടെ ഉള്ളവരുമായിട്ടായിരിക്കും കോമ്പറ്റ് ചെയ്യേണ്ട വരിക. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ട് ഒരിക്കലും നിങ്ങൾ ഇതെടുക്കരുത്, ഈ ഒരു ജോബ് എടുക്കരുത്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ടൈമിലാണെങ്കിലും ഈ ഒരു ജോബിനോടുള്ള നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ, ഒരു പാഷനൊക്കെയാണ് അവർ കൂടുതലായിട്ടും ജഡ്ജ് ചെയ്യുന്നത്, അവർ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു ജോലി കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു കോഴ്സ് എടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിനുള്ള പ്രശ്നങ്ങളുണ്ടാവും, ജോലി കിട്ടാനുള്ള പാടുണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു കോഴ്സ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നത്, നമ്മളെ തള്ളി നിർബന്ധിച്ച് നമ്മളത് പഠിക്കുന്നത് നമ്മൾ ഒരു വലിയ വ്യത്യാസമില്ലേ? ആ ഒരു വ്യത്യാസം ഈ ഒരു കോഴ്സിലും ഉണ്ടാവും. കാരണം ഇപ്പൊ അസൈൻമെന്റ്സുകളൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് AI ഒക്കെ വെച്ച് എഴുതി എങ്ങനെയൊക്കെ പാസ്സാവാന്ന്. പക്ഷെ അതൊന്നും നടക്കില്ല. AI ഒന്നും ഉപയോഗിച്ചൊന്നും പാസ്സാവുക എന്നുള്ളതൊന്നും നടന്നെന്ന് വരില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടേണ്ട വരും. നമ്മള് കുറച്ചും കൂടെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട വരും. അത്ര ഈസി അല്ല അസൈൻമെന്റ്സുകളൊക്കെ പാസ്സാവുക എന്നൊക്കെ പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വില്ലിംഗ് ആണ്, നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കാൻ റെഡിയാണ് എന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് ഈ ഫീസ് അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട് ബാക്കിയുള്ള കോഴ്സുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം അതിനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഞാൻ ഒരു പരിധി വരെ ഞാൻ അങ്ങനെ ഒരുപാട് ലോണൊന്നും എടുത്ത് വന്ന് ഇവിടെ പഠിക്കാൻ ഞാൻ അധികം എൻകറേജ് ചെയ്യില്ല പേഴ്സണലി കേട്ടോ. കാരണം ചിലപ്പോൾ നമുക്ക് ഈ വിചാരിക്കുന്ന പോലെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. കാരണം നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. നമ്മുടെ 100% നമ്മൾ ഈ കോഴ്സിലേക്ക് തന്നെ കൊടുക്കേണ്ടി വരുമ്പോൾ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എത്രത്തോളം നടക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ അത്ര ഒരുപാട് ലോണൊന്നും എടുത്ത് വന്ന് പഠിക്കാൻ ഞാൻ ഒരുപാട് എൻകറേജ് ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ആ ഒരു സൈഡ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ ഒരു കോഴ്സൊക്കെ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം ഒരു മൈഗ്രേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പൊ മെയിനായിട്ടും ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ ഒരു കോഴ്സ് എടുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. ഇതിനകത്തേക്കുള്ളൊരു കോമ്പറ്റീഷനും കൂടുതലാണ്. ഇപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മളൊരു കൊറോണ ടൈം കഴിഞ്ഞപ്പോഴാണ് ഈ കൂടുതലായിട്ടും എല്ലാ രാജ്യങ്ങളിലേക്കും ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ കൂടിയത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരുടെയൊക്കെ ഏജും കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. കാരണം അവരൊക്കെ എല്ലാവരും തന്നെ യങ്സ്റ്റേഴ്സ് ആണ്. ഇനിയിപ്പോൾ അവർ റിട്ടയർ ആയി വേറൊരു വേക്കൻസികൾ വരാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും പേര് പഠിച്ചിറങ്ങുമ്പോൾ അത്രത്തോളം വേക്കൻസികൾ ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല കേട്ടോ. ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ തന്നെയാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഇപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇപ്പം ഓസ്ട്രേലിയയൊക്കെ പതുക്കെ ഓപ്പൺ ആയി തുടങ്ങുന്നുണ്ട്. ഓസ്ട്രേലിയ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് UK വരാനിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, എപ്പോഴും നഴ്സ് പ്രൊഫഷനിലുള്ളവരുടെ ഒരു ഫൈനൽ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയിരിക്കുമല്ലോ. അപ്പോൾ UK അങ്ങനെയുള്ള അവിടെ നിന്ന് UK ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ കൂടുതലായിട്ടും ഓസ്ട്രേലിയക്ക് ഉള്ള മൈഗ്രേഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇവിടെ പിന്നെ വേക്കൻസികൾ വരും.
ഇപ്പൊ പഠിച്ചിറങ്ങുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. OETയും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് മാക്സിമം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ. അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കോഴ്സുകളെ കുറിച്ചും ഈ ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോസ് കുറച്ചെങ്കിലുമൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.